എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ഫ്ലവറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്ലവർ എന്ന് പറയുമ്പോൾ എന്ത് ഫ്ലവറാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഏത് ഫ്ലവറാണെന്ന് നമ്മുടെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഫ്ലവറിൻ്റെ കളർ എന്ന് പറയുന്നത് ദാ ഈ കളറാണ്. ഒരു പിങ്ക്, ഡാർക്ക് പിങ്ക് കളറാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഫ്ലവർ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കാണിക്കാനായിട്ട്, നമ്മളെ കൂട്ടുകാരെ കാണിക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ പേപ്പർ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഈ പേപ്പർ ഒന്ന് കാണിക്കാൻ എടുത്തതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി അതിൻ്റെ പെറ്റൽസൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു കളറാണ് നമ്മൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഒരു പെറ്റൽ കാണിച്ചാൽ മതിയല്ലോ, ബാക്കിയുള്ളത് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് കാണിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു പെറ്റൽ കാണിക്കാനായിട്ട് നമ്മൾ വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ വൈറ്റ് കളറിലെ ഫിനിക്സ് പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് യെല്ലോ കളറിലെ, ഇതൊക്കെ ചെറിയ ചെറിയ പീസ് നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. വൈറ്റ് കളർ ഒരു ചെറിയ പീസ് ആവശ്യമുണ്ട്, യെല്ലോ കളർ ഒരു ചെറിയ പീസ് പേപ്പർ ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ലീഫിന് വേണ്ടിയിട്ട് ഗ്രീൻ കളറിലെ ഫിനിക്സ് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പേപ്പേഴ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് സിസർ എടുത്തിട്ടുണ്ട്, നമ്മുടെ ഫ്ലോറൽ ടേപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ഓറഞ്ച് കളറിലെ സ്കെച്ച് പെൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ചെറിയ സ്റ്റിക്ക് നമുക്ക് നമ്മുടെ പെറ്റൽസ് ഒന്ന് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെറിയ സ്റ്റിക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഫ്ലോറൽ വയർ. ഇതാ ഇതുപോലത്തെ ഒരു ഫ്ലോറൽ വയർ എടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് ഫ്ലവറിന് വേണ്ടി മാത്രം. പിന്നെ നമ്മൾ ഗമ്മാണ് എടുത്തിരിക്കുന്നത്, ഫെവിക്കോളിൻ്റെ ഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസും കൊണ്ടാണ് നമ്മൾ ഫ്ലവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വൈറ്റ് കളറിലെ ഫീനിക്സ് പേപ്പർ ഇതാ ചെറിയൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേപ്പറും കൊണ്ടാണ് നമ്മൾ ഒരു പെറ്റൽ ചെയ്ത് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നമുക്ക് ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്കിതങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിങ്ങനെ ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒട്ടിച്ചതിന് ശേഷം നമ്മളിതാ ഇതുപോലെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതൊന്ന് വിടർത്തിയെടുക്കാം ഇതുപോലെ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ. അപ്പോൾ നല്ല കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഗം ഒട്ടിച്ചത്. അപ്പോൾ അതായത് പോലെ ഒരു പെറ്റലിൻ്റെ ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒരു സൈഡ് ഇതുപോലെ വെച്ചിട്ട് ഒന്നുള്ളിലേക്ക് അകത്തേക്കൊന്ന് ഫോൾഡ് ചെയ്യണം. അതായത് ഇതുപോലെ ഒന്ന് അകത്തേക്കൊന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്താൽ കിട്ടും. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കൂടി നമുക്കൊന്ന് ഫോൾഡ് ചെയ്യണം. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് ഫോൾഡായി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു പെറ്റലായിട്ടുണ്ട്. അപ്പം നമ്മൾ വൈറ്റ് കളറല്ല ചെയ്യുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമുക്ക് വേറൊരു പിങ്ക് കളറാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പെറ്റൽസ് കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 8 പെറ്റൽസാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഒരു ഫ്ലവർ ചെയ്യാൻ വേണ്ടി 8 പെറ്റൽസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വൈറ്റ് പെറ്റൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. 8 പെറ്റൽസ് ഇതുപോലെ ഒരു ഫ്ലവർ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. സൈഡൊക്കെ ഫോൾഡ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിവിടെ ഇരിക്കട്ടെ. ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ ചെറിയൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ നമ്മൾ പറയാൻ വിട്ടുപോയി. അപ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്ലോറൽ വയർ അതിൻ്റെ അറ്റത്ത് ഞാൻ അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് ഇതുപോലെ അതിൻ്റെ മുകളിൽ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം.
റോൾ ചെയ്ത് നമുക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ യെല്ലോ കളറിലെ ഫീനിക്സ് പേപ്പർ ഇതുപോലെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഗമ്മൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ റോൾ ചെയ്ത് വെച്ച ആ ടോപ്പിലെ ആ ഭാഗത്ത് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമുക്കിതപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കിതാ ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളത് ഒരു വൈറ്റ് കളറിലെ ഫീനിക്സ് പേപ്പർ, ചെറിയൊരു പീസ് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇതാ ചെറിയൊരു പീസ് ഫീനിക്സ് പേപ്പർ ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൽ ഓറഞ്ച് കളറിലെ സ്കെച്ച് പെൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരറ്റത്ത് നമുക്ക് ഈ ഒരു താഴത്ത് മാത്രം നമുക്ക് ഓറഞ്ച് കളർ ഷെയ്ഡ് ഒന്ന് കൊടുക്കണം. ഇതുപോലെ ഓറഞ്ച് കളർ ഷെയ്ഡ് നമുക്ക് ഈ അറ്റം വരെ ഇവിടം വരെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓറഞ്ച് കളർ ഇതുപോലെ എടുത്തിട്ടുണ്ട്. രണ്ട് സൈഡ് നമ്മൾ ഇതുപോലെ ഓറഞ്ച് കളർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ അറ്റം വരെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ നമ്മൾ അറ്റം വരെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് ഇത് അറ്റം വരെ ഒന്ന് ഇതുപോലെ പിരിച്ചെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ പിരിച്ചെടുക്കുന്നത് കേട്ടോ. കണ്ടോ, നമ്മളിതാ ഇങ്ങനെ ഫുള്ള് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഗമ്മൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ താഴത്തെ ഭാഗത്ത് നമുക്ക് ഗമ്മൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചാണ് കൊടുക്കേണ്ടത്. കണ്ടോ, ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പം നമ്മളിതാ ഇതുപോലെ ചുറ്റി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. കണ്ടോ, എന്നിട്ട് നമുക്ക് ഓരോ പെറ്റൽസായിട്ട് ഇതിന് ചുറ്റും ഒട്ടിച്ചാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 8 പെറ്റൽസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ താഴെ ഗമ്മൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ ഓരോ പെറ്റൽസായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഓരോ പെറ്റൽസായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഒരു 6 പെറ്റൽസ് അതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 2 പെറ്റൽസ് കൂടിയാണുള്ളത്. അപ്പോൾ അതുകൂടി നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം.
പെട്ടെന്ന് തന്നെ ഒട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവർ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫ്ലോറൽ ടേപ്പ് ഒന്ന് ചുറ്റിയെടുക്കാം. ഇവിടെ നിന്ന് തുടങ്ങി നമുക്ക്. അപ്പം നമ്മുടെ ഫ്ലോറൽ ടേപ്പ് ഇതാ പകുതി വരെ നമ്മൾ ചുറ്റിയെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ലീഫ് വയ്ക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാ ഗ്രീൻ കളറിലെ ലൈറ്റ് ഗ്രീൻ കളറിലെ ചെറിയൊരു പീസ് നീളത്തിൽ ഇതുപോലെ ഫിനിക്സ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിതിന് നീളത്തിലുള്ള ലീഫാണ് കൊടുക്കുന്നത്. ഇതുപോലെ ലീഫ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ വെച്ചിട്ട് ബാക്കി അങ്ങോട്ട് താഴേക്ക് നമ്മുടെ ഫ്ലോറൽ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. താഴേക്ക് ചുറ്റിയെടുക്കാം. ഇവിടെ ഗം ഒന്ന് അപ്ലൈ ചെയ്ത് ഒട്ടിച്ചുകൂടെ കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ എങ്ങനെയുണ്ട് നമ്മുടെ ഫ്ലവർ. അപ്പോൾ നമ്മളിതുപോലെ ഒരു 3 ഫ്ലവേഴ്സ് കൂടി ചെയ്തിട്ടുണ്ട്. 3 ഫ്ലവേഴ്സാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊരു വേണമെങ്കിൽ ഒരു ബഞ്ചായിട്ട് സെറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതാ ഇതുപോലെ തന്നെ നമുക്ക് ഫ്ലവർ വേഴ്സിൽ ഇതുപോലെ തന്നെ വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതാ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ചെറിയ സ്റ്റിക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ അധികം ഫ്ലവേഴ്സ് ചെയ്തിട്ടില്ല, ഇത്രയേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ സ്റ്റിക്കിലേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലോറൽ ടേപ്പ് ചുറ്റി കൊടുക്കാം. നമ്മുടെ ലാസ്റ്റത്തെ ഫ്ലവർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് താഴേക്ക് അറ്റം വരെ ഫ്ലോറൽ ടേപ്പ് ചുറ്റി കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഫ്ലവർ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ വീഡിയോ ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫ്ലവറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു ഫ്ലവറുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ, സീ യു.